റിപ്പോർട്ടർ ബ്രേക്കിംഗ്. പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു സജീവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടറിന് ലഭിച്ചിരിക്കുന്നു. അമ്മുവിന്റെ മരണകാരണം തലയ്ക്കും ഇടുപ്പിനും ഇടത് തുടയ്ക്കുമേറ്റ പരിക്കാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. ശരീരത്തിലാകെ 20ഓളം പരിക്കുകൾ ഉണ്ടായിരുന്നു. വീഴ്ചയിൽ അമ്മുവിന്റെ കാൽമുട്ടുകൾക്കും കൈത്തണ്ടയ്ക്കും പരിക്കുണ്ട്. വിരലുകൾക്ക് പൊട്ടലുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. അതേസമയം അമ്മു മരിച്ച ദിവസം ഭക്ഷണം കഴിച്ചിരുന്നില്ല എന്ന റിപ്പോർട്ടിൽ പറയുന്നു. രക്തത്തിന്റെയും ആന്തരിക അവയവങ്ങളുടെയും സാമ്പിൾ ശേഖരിച്ച് രാസപരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. അരുൺ സോളമൻ വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അസ്വാഭാവികത എന്തെങ്കിലും വിലയിരുത്താനാകുമോ? മരിച്ച ദിവസം അമ്മു ഭക്ഷണമേ കഴിച്ചിട്ടില്ല എന്നുള്ള വിവരം കൂടിയാണല്ലോ പുറത്തുവരുന്നത്. സ്മൃതി, തീർച്ചയായിട്ടും അസാധാരണമായിട്ട് മറ്റൊന്നും തന്നെ ഇല്ല എങ്കിൽ പോലും ഈ പ്രധാനമായിട്ടും അമ്മു മരിച്ച ദിവസം ഈ 15-ാം തീയതി ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നുള്ളത് അതീവ ഗുരുതരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നഴ്സിംഗ് വിദ്യാർത്ഥിയാണ്. ഈ ദിവസം കോളേജിൽ പോയ ദിവസം അമ്മു ഭക്ഷണം കഴിച്ചിരുന്നില്ല. പ്രധാനമായിട്ടും ശരീരത്തിൽ ജലാംശത്തിൻ്റെ കുറവും ഉണ്ട് എന്നുള്ളത് പ്രധാനമായിട്ടും ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഈ കൗൺസിലിംഗ് നടന്ന ദിവസം കൂടിയാണ് ഈ 15-ാം തീയതി. സൈക്കാട്രി അധ്യാപകനായിട്ടുള്ള സജി മണിക്കൂറുകളോളം 50ഓളം വിദ്യാർത്ഥികളെ ഒരുമിച്ചിരുത്തി കൗൺസിലിംഗ് നടത്തിയിരുന്നു. ആ ദിവസം മാനസികമായിട്ടുള്ള ഏറെ ബുദ്ധിമുട്ട് അമ്മു അനുഭവിച്ചു എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് അമ്മുവിൻ്റെ കുടുംബം ആരോപിക്കുന്നത്. ആ ആരോപണം ശരിവെക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വന്നിരിക്കുന്നത്. ശരീരത്തിൽ 20ഓളം പരിക്കുകളുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും മരണകാരണമായിരിക്കുന്നത് തലയ്ക്കും അതുപോലെ തന്നെ ഇടിപ്പല്ലിനും അതുപോലെ ഇടത് തുടയ്ക്കുമേറ്റ ഗുരുതരമായിട്ടുള്ള പരിക്കാണ് ഇപ്പോൾ അമ്മുവിൻ്റെ മരണത്തിന് ഇടയാക്കിയതെന്നുള്ളതാണ് തിരുവനന്തപുരം ഫോറൻസിക് വിഭാഗം പോലീസ് അസിസ്റ്റന്റ് സർജന്മാരായിട്ടുള്ള ഡോക്ടർ ശാലിനിയും ഡോക്ടർ ധന്യ രവീന്ദ്രനും സംയുക്തമായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഏറെ ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തൽ എന്തായാലും ഈ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നുള്ളതാണ്. ശരീരത്തിൽ ആമാശയത്തിൽ ഭക്ഷണത്തിൻ്റെ ഒരു അംശം പോലും ഉണ്ടായിട്ടില്ല. ഇതിൽ ശരീരത്തിൽ ജലാംശത്തിൻ്റെ കുറവുണ്ട്. യൂറിൻ എന്ന് പറയുന്നത് 30 മില്ലി മാത്രമാണ് ശരീരത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഉണ്ടായിരിക്കുന്നു. എന്തായാലും ഈ ഒരു ആരോപണം ശരിവെക്കുന്ന കുടുംബത്തിൻ്റെ ആരോപണം ശരിവെക്കുന്ന തരത്തിലേക്ക് പോകുമ്പോൾ പത്തനംതിട്ട ഡിവൈഎസ്പി, കേസ് അന്വേഷിക്കുന്ന ഡിവൈഎസ്പി ആ തരത്തിലേക്കുള്ള ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം. കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവിനെ നേരിൽ കണ്ടുകൊണ്ട് കുടുംബം പ്രധാനമായിട്ടും ആവശ്യമുയർത്തിയത് ഈ അധ്യാപകനായിട്ടുള്ള സജിയെ അറസ്റ്റ് ചെയ്ത് പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തണമെന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഒരു തരത്തിലും അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയില്ല. 2 തവണ അദ്ദേഹത്തെ പോലീസ് വിളിച്ച് ചോദ്യം ചെയ്തുവെങ്കിലും അദ്ദേഹത്തിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും കുടുംബം പ്രധാനമായും ആരോപിച്ചിരിക്കുന്നത് സൈക്കാട്രി വിഭാഗം അധ്യാപകനെ അറസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ്. ഇത്തരത്തിലൊരു കൗൺസിലിംഗ് ഈ 15-ാം തീയതി നടത്തിയപ്പോൾ കോളേജ് പ്രിൻസിപ്പളോ അല്ലെങ്കിൽ സിപാസിൻ്റെ ഡയറക്ടറായിട്ടുള്ള പി ഹരികൃഷ്ണനോ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അവരുടെ അനുവാദം വാങ്ങാതെ എന്ത് തരത്തിലുള്ള ഒരു കുറ്റവിചാരണയാണ് ഈ നടത്തിയിരിക്കുന്നത് എന്നുള്ളത് വലിയൊരു ആരോപണമാണ്. കാരണം ലോഗ് ബുക്ക് കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രധാനമായിട്ടും ഈ റിമാൻഡിലായിരുന്ന 3 പ്രതികൾ അമ്മുവിനെതിരെ വലിയൊരു ആരോപണം ഉയർത്തിയിരുന്നു. അവർ അമ്മു താമസിച്ചിരുന്ന ഹോസ്റ്റൽ മുറിയെ കടന്നാക്രമിച്ചുകൊണ്ട് ഈ അമ്മുവിൻ്റെ റൂമിൽ കയറുകയും അമ്മു താമസിച്ചിരുന്ന മുറിയിലെ ഷെഫൊക്കെ അരിച്ചുപെറുക്കി പരിശോധിക്കുകയും ചെയ്തിരുന്നു. ഇത് അമ്മുവിൻ്റെയോ അല്ലെങ്കിൽ ഈ ഹോസ്റ്റലിലെ വാർഡനായിട്ടുള്ള സുധാമണിയുടെ അനുവാദം വാങ്ങാതെയാണ് ഇത്തരത്തിൽ കുട്ടികൾ ഈ അമ്മുവിൻ്റെ റൂമിൽ കയറിയത്. പക്ഷേ ഇത്തരത്തിൽ വലിയൊരു ആരോപണം ഹോസ്റ്റലും അതുപോലെ തന്നെ ആ ആരോപണം തുടർച്ചയായിട്ട് അമ്മു പഠിച്ചു വന്നിരുന്ന ഈ കോളേജിലും ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഈ സൈക്കാട്രി വിഭാഗം അധ്യാപകനായ സജി ഈ കുട്ടികൾക്കിടയിൽ അമ്മുവിനെ അധിക്ഷേപിക്കുകയും കുറ്റവിചാരണയും ചെയ്തത്. ഇതിനെ തുടർന്ന് ഈ 50 കുട്ടികളെ ഒരുമിച്ചിരുത്തി കുറ്റവിചാരണ ചെയ്തതിന് പുറമെ അമ്മുവിനെ ക്യാബിൽ വിളിച്ചും അധിക്ഷേപിച്ചു എന്നുള്ളതും ഒരു ആരോപണമുണ്ട്. ഈ ആരോപണങ്ങൾക്ക് പിന്നാലെ 15-ാം തീയതി എന്താണ് വാസ്തവത്തിൽ സംഭവിച്ചത്, കോളേജിൽ ഈ അധ്യാപകൻ എന്താണ് അമ്മുവിനോട് സംസാരിച്ചതെന്നുള്ളത് കൂടുതലായിട്ടുള്ള വെളിപ്പെടുത്തലൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. എന്തായാലും കുടുംബം പ്രധാനമായിട്ടും ആരോപിക്കുന്നത് അമ്മുവിനെ കള്ളിയാക്കി ചിത്രീകരിക്കാൻ ഈ അധ്യാപകൻ ശ്രമിച്ചു എന്നുള്ളത് തന്നെയാണ്. അതിൽ അമ്മു ലോഗ് ബുക്ക് എടുത്തില്ല എങ്കിൽ ആ നിരപരാധിത്വം തെളിയിക്കണമെന്ന് ഈ അധ്യാപകൻ സജി ആവശ്യപ്പെട്ടിരുന്നു. അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു ആരോപണം അമ്മുവിന് മേൽ കെട്ടിച്ചമയ്ക്കാനായിട്ട് ഈ അധ്യാപകൻ ശ്രമിച്ചത്? 50 വിദ്യാർത്ഥികളുണ്ട്. ഈ ഹോസ്റ്റലിൽ 13ഓളം വിദ്യാർത്ഥികളുണ്ട്. ഇതിൽ ഈ അമ്മുവിനെ മാത്രം എന്തുകൊണ്ട് ഈ ലോഗ് ബുക്ക് കാണാതായതിൽ അമ്മുവിനെ മാത്രം എന്തുകൊണ്ട് ഇത്തരത്തിൽ കള്ളിയാക്കി ചിത്രീകരിക്കാൻ ഈ അധ്യാപകൻ ശ്രമിച്ചു? അല്ലെങ്കിൽ ഈ റിമാൻഡിലായ വിദ്യാർത്ഥികളുടെ വാക്ക് കേട്ടുകൊണ്ട് ഒരു അധ്യാപകൻ എങ്ങനെയാണ് ഒറ്റതിരിഞ്ഞുള്ള ഒരു ആക്രമണത്തിന് ശ്രമിച്ചു എന്നുള്ള ഒരു ആരോപണം കുടുംബം ആരോപിക്കുന്നുണ്ട്. ആ ആരോപണം ശരിവെക്കുന്ന തരത്തിലേക്കാണ് സ്മൃതി ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വന്നിരിക്കുന്നത്. ശരി അരുൺ, നമുക്കിനി അടുത്ത ഘട്ടത്തിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആ കുടുംബത്തിന്റെ പ്രതികരണങ്ങൾ അതോടൊപ്പം കോളേജിന്റെ പ്രതികരണം അടക്കം നമുക്ക് ലഭിക്കേണ്ടതാണ്. അരുൺ സോളമനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ശരീരത്തിൽ 20ഓളം പരിക്കുകളുണ്ട്. അസ്വാഭാവികമായി ആകെ കണ്ടത് കുട്ടി ദിവസം ഒന്നും കഴിച്ചിരുന്നില്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.